ഹായ് ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നിതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞാനൊരു കുഞ്ഞു കുട്ടിക്കാണ് ചെയ്തേക്കുന്നത്. ഇതങ്ങനെ അളവ് തിരിച്ചിട്ട് ഉള്ളൊരു വീഡിയോ അല്ല. ബിഗിനറിന് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതൊരു ബ്ലൗസിൻ്റെ ബിറ്റാണ്. സാരിയിൽ നിന്ന് ബ്ലൗസ് ബിറ്റ് കട്ട് എടുത്ത ഒരു ബിറ്റാണിത്. ഇതിലാണ് ഇന്ന് ഞാൻ ഈ നെക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതങ്ങ് എടുക്കുക. ഞാൻ ആരുടെയും അളവിൻ്റെ പേരിലല്ല പറയുന്നത്, നമ്മുടെ പാറ്റേൺ കട്ട് ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെ ഇതെടുക്കുക. കഴുത്ത് ഞാനിവിടെ 2.5 ഡെപ്തും വിഡ്ത്തായിട്ട് 3 ഇഞ്ചസുമാണ് എടുത്തേക്കുന്നത്. ശേഷം നമുക്ക് എത്രത്തോളം ഇറക്കം വേണോ അത് കൊടുക്കാം. ഞാനിവിടെ 10 ഇഞ്ചസാണ് കൊടുത്തേക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈനും കൂടി വെച്ചിട്ട് നമ്മളിത് കൈക്കുഴി അവസാനിക്കുന്ന അവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഒരു കേർവ് വരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മുടെ സ്കാലപ്പ് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മേളിൽ നമ്മളൊരു നെക്ക് കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തേക്കും ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സ്കാലപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഇതുപോലെ നമുക്കിങ്ങനെ വരച്ചെടുക്കാം. അതല്ല, നമ്മൾ കുറച്ചും കൂടി നല്ല ബിഗിനേഴ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടണമെങ്കിൽ ഇതുപോലെ നമുക്കിഷ്ടമുള്ള ഒരു റൗണ്ട് ഇത് വരുന്ന രീതിയിലുള്ള ഒരു അടപ്പോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് കറക്റ്റായിട്ട് വരച്ച് അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയായില്ലല്ലോ, പിന്നെ നമുക്ക് അത് ചെയ്യാതിരിക്കാനുള്ളൊരു മടുപ്പായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പാക്കിയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനത് സ്കാലപ്പ് വരച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുവാണ്. ഇവിടെ ഞാൻ നമ്മുടെ ക്യാൻവാസ് വെക്കാതെയാണ് ഞാൻ ഈ നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ക്യാൻവാസ് ഇല്ലാതെയും നമുക്ക് നീറ്റായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ലാസ്റ്റ് നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഓക്കെ ആവും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, 2 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്തെ ഈ പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിന് നമ്മൾ വേറൊരു പേപ്പറിലേക്ക് കൂടി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം അതിൻ്റെ ഈ സ്കാലപ്പിൻ്റെ പോർഷൻ അവിടെ നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു പേപ്പറും കൂടി എടുത്ത് അതിനകത്ത് നമുക്ക് ഇതിനെ ഒന്ന് വരച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു ചെറിയ പീസ് പേപ്പറാണ്, ഓൺ ഫോൾഡ് ആണെന്ന് ചിന്തിക്കുക. എന്നിട്ട് നമുക്കതിന് ഒന്ന് വരച്ച് കട്ട് ചെയ്ത് വെച്ചേക്കാം. അതാണ്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസിനെ നമുക്ക് പേപ്പറിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ആണ് വരുന്നത്. ഇതിപ്പോൾ 1 സൈഡ് മാത്രം ഓൺ ഫോൾഡ് ചെയ്തേക്കുന്ന സൈഡാണ് കാണിച്ചേക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ തുണിയിൽ കട്ട് ചെയ്യാൻ നോക്കാം. തുണി ആദ്യം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മടക്കിയെടുക്കാം. ഞാനിവിടെ സ്ലീവിനുള്ള പോർഷൻസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. മാറ്റിയതിന് ശേഷമാണ് ഞാൻ ബോഡി എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് ഫ്രണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ബോർഡർ വരുന്ന പാർട്ട് ആണ് എടുക്കാൻ പോകുന്നത്. അതെനിക്ക് ബാക്കിൽ നല്ല ആ സ്കാലപ്പിൻ്റെ അവിടെ വരണമെന്ന ആഗ്രഹമാണ്. അപ്പോൾ അത് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അതുണ്ടോ, ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ആ ബോർഡറാണ് നമുക്ക് ഏത് പോർഷനാണോ വേണ്ടത് അത് നോക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് വെച്ചിട്ട് പിന്നെ വല്ലതും കുത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നമുക്ക് സെക്യൂർ ആക്കി എടുക്കാം. അതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഞാൻ നമ്മുടെ മേലത്തെ ആ ഒരു ഭാഗം എങ്ങനെ വരണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഐഡിയ പോലെ തന്നെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് കിട്ടുന്നത്. 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് റൈറ്റും ഒന്ന് ലെഫ്റ്റും ആയിട്ട് വരും. ഇങ്ങനെയാണ് വെക്കുന്നത്. വെച്ചിട്ട് അവിടെ വേണമെങ്കിൽ കെട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഹൂക്ക് കൊടുക്കാം. ഞാനൊരു ഹൂക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ താഴത്തെ പോർഷനും കൂടി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഒരു പീസ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ നല്ല കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട്
നമുക്ക് അതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എല്ലായിടത്തേക്കുമുള്ള ലൈനിങ് പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കാവേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാ നമ്മുടെ കഴുത്തിൻ്റെ ആ പോർഷൻസ് എല്ലാം ഞാൻ ഇതുപോലെ വൈറ്റ് നൂലിട്ട് കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സസ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതിനെ നമുക്ക് മറിച്ചെടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് അയൺ ചെയ്യണം. അതുപോലെ മറ്റേ നമ്മുടെ താഴത്തേക്ക്, ആ നെക്കിൻ്റെ താഴത്തേക്ക് വരുന്ന പോർഷനാണിത്. അതും ഞാൻ 3 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് നമുക്ക് മറിക്കാൻ വേണ്ടി ആവശ്യത്തിന് വേണ്ടി എടുത്തേക്കുക. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ ആ സൈഡ് രണ്ടും ജോയിൻ ചെയ്തെടുക്കണം, അയൺ ചെയ്യണം. ഇതൊക്കെയാണ് ഇനിയുള്ള പണികളെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം പണി ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുക, ഹൂക്ക് പിടിപ്പിക്കുക, സൈഡ് ജോയിൻ ചെയ്യുക. ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ ജോലി. സ്ലീവ് പിടിപ്പിക്കണം. അപ്പോൾ ഏകദേശം നെക്കിൻ്റെ പണി ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരു ലൈക്കോ ഷെയറോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാകും. അപ്പോൾ നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ നെക്ക് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഏതൊരു ബിഗിനറിനും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു നെക്കിൻ്റെ ഡിസൈനാണിത്.